എറണാകുളം ആലുവ ദേശീയപാതയിൽ കമ്പനിപ്പടിയിൽ 500 രൂപ നോട്ടുകൾ പറന്നു നടന്ന സംഭവം ഇപ്പോൾ ക്ലൈമാക്സിലെത്തിയിരിക്കുകയാണ്. കാക്കനാട് NGO ക്വാർട്ടേഴ്സിൽ ഫ്രൂട്ട്സ് സ്റ്റാൾ നടത്തുന്ന അഷറഫ് എന്നയാളുടേതാണ് ആ നഷ്ടമായ പണം. 40,000 രൂപയോളമാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. അദ്ദേഹം താമസിക്കുന്നത് ഇപ്പോൾ അഷറഫണല്ലേ താമസിക്കുന്ന സ്ഥലം? പത്തടിപ്പാലത്താണ് താമസിക്കുന്നത് അല്ലേ? എന്താണ് അന്ന് പണം നഷ്ടപ്പെട്ടത്? ഞാൻ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് വെച്ചത്. 500-ൻ്റെയാണ്, സെപ്പറേറ്റ് വെക്കും. ഷോപ്പിൽ കടകളിൽ കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് തിരിച്ചു വരണമായിരുന്നു. തിരിച്ചു വരുമ്പോൾ പൈസ നഷ്ടപ്പെട്ട എനിക്കറിയില്ല. ഞാൻ കടയിൽ ചെന്നിട്ട് ഓട്ടോക്കാരന് പൈസ കൊടുക്കാൻ വേണ്ടി പൈസ എടുത്തപ്പോൾ പൈസ ഇല്ല, കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഹാങ് ഓവറിലായി പെട്ടു. പിന്നെ എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. പിന്നെ ആ ഫ്രൂട്ട്സ് കടയിലൊക്കെ വിളിച്ച് പറഞ്ഞ്, അപ്പോൾ അവർ ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഫുട്ടേജൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ പൈസയൊക്കെ തിരിച്ച് പോക്കറ്റിൽ വെക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ടൂ വീലറിലാണ്. രാവിലെ അല്ലേ? രാവിലെ പിന്നെ കടയിൽ വന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ പണം നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അന്വേഷിക്കാനുള്ളത് നമ്മൾ പോയടുത്തൊക്കെയാണ്. അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ ക്യാമറയൊക്കെ അപ്പം തന്നെ ചെക്ക് ചെയ്ത്, പിന്നെ അവർ അറിയാവുന്നിടത്തൊക്കെ വിളിച്ചു പറഞ്ഞു. രാവിലെ അറിഞ്ഞത് അഷറഫണിൻ്റെ പണമാണെന്നുള്ള കാര്യം. ആരെങ്കിലുമൊക്കെ എടുത്തവരൊക്കെ തിരിച്ചു തന്നോ? തീർന്ന്. ഒരാൾ 6,500 തന്ന്, ഒരാളുടെ അടുത്ത് 4,500 ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ വേറെ നസീർ എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളി ഇങ്ങനെ എല്ലാവരുടെ അടുത്തും കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 40,000 രൂപയും തിരിച്ചു കിട്ടുമോ? കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. കാരണം കിട്ടിയാൽ എന്തായാലും. ഇപ്പോൾ ശരിക്കും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന പണമാണോ? അതെ, അത് കച്ചവടത്തിൻ്റെ കാശ് തന്നെയാണ്. ഏതായാലും വലിയ വിഷമമായി പോയി. കാരണം ഈ പണം നഷ്ടപ്പെട്ടു പോയപ്പോൾ വഴിയില്ല, എവിടെയാണെന്ന് അറിഞ്ഞില്ല. എങ്ങനെയാണ് നിങ്ങളത് അന്വേഷിച്ചതൊക്കെ? അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ പൈസ കാണുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ആലുവയിൽ വിളിച്ച് പറഞ്ഞ്. അവർ ഉടനെ ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത്, അപ്പോൾ പൈസ പോക്കറ്റിൽ ഇടുന്നതായിട്ട് കണ്ട്. പിന്നെ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും ഒരു ഇതില്ലായിരുന്നു, ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം രാവിലെ ചെന്നപ്പോൾ പത്രം കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിപ്പടി പോയി. അവിടെ ഒരു ഹനീഫ നൗഷ എന്ന് പറഞ്ഞ ഒരാളൊക്കെ കണ്ട്, CA2-ൽ പണിയെടുക്കണം. അപ്പോൾ പുള്ളിയുടെ അടുത്താണ് 6,500 ഇരുന്നത്. അത് പുള്ളി അയച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ 4,500 ഉണ്ട്, ഞാൻ നാളെ വരുമ്പോൾ കൊണ്ടുതരാം, ഇപ്പോൾ വീട്ടിലായിരിക്കണം എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല? നമുക്ക് പ്രത്യേകിച്ച് പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ആകെ ഹാങ് ഓവറായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയാതെ. ശരിക്കും എന്തായാലും ഇനിയും ബാക്കിയുള്ള പണമൊക്കെ തിരിച്ച് നൽകണമെന്നാണ് പ്രതീക്ഷിക്കുന്നതല്ലേ ആൾക്കാർ? കിട്ടിയാൽ സന്തോഷം. കാരണം ബുദ്ധിമുട്ടുണ്ട്. പ്രവാസിയായിരുന്നു പറഞ്ഞു. പ്രവാസിയായിരുന്നു. അതെ. ഇപ്പോൾ സ്വന്തമായിട്ട് ആണ് ഫ്രൂട്ട് സ്റ്റാൾ നടത്തുന്നത്? അതെ, ഞാനും വേറെ ആളും കൂടെയാണ്. അതെ, അതാണ് വരുമാനം. അതിനിടയിലാണ് ഈ 40,000 രൂപയും കൂടെ നഷ്ടപ്പെടുന്നത്. ഞാൻ വന്നപ്പോഴത്തേന് ഇപ്പോൾ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കുക എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ആശുപത്രി ആവശ്യം ചിലവുകളൊക്കെ ഉണ്ടോ? അത് കുഴപ്പമില്ല, അങ്ങൊക്കെ നടന്നു പോയിക്കോളും. ഏതായാലും അദ്ദേഹം ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. നോമ്പ് കാലമാണ്. ഈ 40,000 രൂപയാണ് അദ്ദേഹത്തിന് ആകസ്മികമായി നഷ്ടപ്പെട്ടു പോയത്. ഏതായാലും കുറച്ച് പൈസയൊക്കെ തിരികെ കിട്ടി. ആരെങ്കിലുമൊക്കെ അത് നൽകും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും അഷറഫ് ഫണ്ടിനുള്ളത്. ഏതായാലും വലിയ വാർത്തയായ, വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. ഈ കമ്പനിപ്പടിയിൽ 500 രൂപ നോട്ടുകൾ പറന്നു നടന്നു. അത് കണ്ടവരൊക്കെ അത് പെറുക്കിയെടുത്തു. ചിലർ ലോട്ടറിയൊക്കെ എടുത്തു, ചിലർ പണവുമായി കടന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്നത്. അതിൽ അവസാന ഭാഗം അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുമ്പോൾ പത്തടിപ്പാലം സ്വദേശിയായ അഷറഫ് എന്നയാളുടെ പണമാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഒരുപക്ഷെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ പോലും പോലീസിനും ഈ കാര്യത്തിൽ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ നാട്ടുകാർ ചേർന്ന് ഈ അഷറഫിനെ പണം നഷ്ടമായി എന്ന് കണ്ട് പണം തിരികെ ഏൽപ്പിക്കുവാൻ നല്ല മനസ്സുള്ള ആളുകൾ അവർ സന്നദ്ധരായിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.